എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമായി അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തളപതി വിജയെ നായകനാക്കി എച്ച് വിനോദ് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ജനനായകൻ. വിജയ്ക്കൊപ്പം പൂജ ഹെഗ്ഡെ, മമിത ബൈജു, നരേൻ, പ്രിയാമണി തുടങ്ങിയവർ പ്രധാന വേഷങ്ങളെത്തുന്ന ജനനായകനിലെ വിജയുടെ പോർഷൻസിന്റെ ചിത്രീകരണം ഈ മാസം തന്നെ പൂർത്തിയാകും. തുടർന്നുള്ള ചിത്രീകരണം ജൂൺ 20 പൂർത്തിയാകുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ജൂൺ 22 വിജയുടെ ജന്മദിനത്തിൽ ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്തുവരുമെന്നും സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. മേ ബി ഹനുമാൻ കിഡ് ആലപിച്ച ഒരു സോങ്ങിന്റെ റിലീസോ അല്ലെങ്കിൽ സിനിമയുടെ ഒരു ഗ്ലിംസ് വീഡിയോ ആവാം പുറത്തുവരിക. സംവിധായകൻ ലോകേഷ് കനകരാജ് ഇന്ന് പുതിയൊരു ഇന്റർവ്യൂവിൽ ലിയോ 2 ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. കൂലിയുടെ റിലീസിന് ശേഷം താൻ അടുത്തതായി സംവിധാനം ചെയ്യുന്നത് കൈദി 2 ആയിരിക്കുമെന്നും കൈദി 2 പൂർത്തീകരിച്ച ശേഷം വിക്രം 2 ചെയ്യുമെന്നും ഈ 2 സിനിമകളും ചെയ്ത ശേഷം ലിയോയുടെ 2ാം ഭാഗം സംവിധാനം ചെയ്യുമെന്നുമാണ് ലോകേഷ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 സിനിമകൾക്ക് ശേഷം മാത്രമാകും സൂര്യ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന റോളക്സ് എന്ന സിനിമ സംഭവിക്കുക. ഇതിനോടൊപ്പം തന്നെ എല്ലാവരും ആവശ്യപ്പെടുന്നത് ലിയോ 2 ആണ്. എന്നാൽ താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാസ്റ്റർ എന്ന സിനിമയ്ക്ക് ഒരു 2ാം ഭാഗമാണെന്നും അതിനകത്ത് JD എന്ന കഥാപാത്രത്തിന്റെ മറ്റൊരു സ്റ്റൈൽ നമ്മളെ കാണിച്ചു തരാൻ സാധിക്കുമെന്നും ലോകേഷ് ഈ അഭിമുഖത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ശശികുമാർ നായകനായിട്ടെത്തിയ ടൂറിസ്റ്റ് ഫാമിലി റിലീസിനെത്തി 10 ദിവസങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും 30 കോടി രൂപയും കേരളത്തിൽ നിന്ന് 1 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി ടൂറിസ്റ്റ് ഫാമിലി 38 കോടി രൂപയും സ്വന്തമാക്കി കഴിഞ്ഞു. സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ജയിലർ 2 ചിത്രീകരണം നിലവിൽ കോഴിക്കോട് വെച്ച് നടന്നു വരികയാണ്. ഓൾറെഡി രജനിക്കൊപ്പം നമ്മുടെ ലാലേട്ടൻ, ശിവരാജ് കുമാർ, ബാലയ്യ, ഫഹദ് ഫാസിൽ എന്നിങ്ങനെ വലിയൊരു താരനിര തന്നെ അണിനിരക്കുന്നുവെന്ന് നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നു. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ബോളിവുഡിൽ നിന്നും ഷാരൂഖ് ഖാനും ജയിലർ 2 ഒരു വേഷം കൈകാര്യം ചെയ്യുന്നുണ്ടെന്നും അതിനായി സംവിധായകൻ നെൽസൺ ദിലീപ് കുമാർ ഷാരൂഖ് ഖാനുമായി ചർച്ച നടത്തി വരികയാണെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ദിലീപിനെ നായകനാക്കി ബിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്ത പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം തിയേറ്ററിലേക്ക് എത്തിയിട്ട് 4 ദിവസങ്ങൾ ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 4 കോടി രൂപയോളം സ്വന്തമാക്കിയ പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ 7.5 കോടിയിലേക്കും എത്തിപ്പെട്ടിട്ടുണ്ടെന്നാണ് ട്രാക്കേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, ചേരൻ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങളാകുന്ന നരിവേട്ട എന്ന ചിത്രം ഈ വരുന്ന മെയ് 16 തിയേറ്ററിലേക്ക് എത്താൻ ഇരുന്നതായിരുന്നു. എന്നാൽ ഇപ്പോൾ ചിത്രത്തിന്റെ റിലീസ് തീയതി മെയ് 16 നിന്നും മെയ് 23 പോസ്റ്റ്പോൺ ചെയ്തതായി മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. ലാലേട്ടൻ നായകനായിട്ടെത്തി തിയേറ്ററിൽ ചരിത്ര വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന തുടരുമെന്ന ചിത്രം റിലീസിനെത്തി 17 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടും നിന്നും 200 കോടി രൂപയോളം ഗ്രോസ് കളക്ഷൻ നേടിയതായി മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ കേരള കളക്ഷൻ 17 ദിവസം കൊണ്ട് 97 കോടി രൂപയിലേക്കും എത്തിപ്പെട്ടു കഴിഞ്ഞു. മെഗാസ്റ്റാർ മമ്മൂട്ടി, ലാലേട്ടൻ, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ, നയൻതാര തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തു വരുന്ന MMM എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾ അവസാന ഘട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഫഹദ്, കുഞ്ചാക്കോ ബോബൻ എന്നിവരുടെ ഷൂട്ടാണ് ചിത്രത്തിൻ്റെതായി നടന്നു വരുന്നത്. ഇനി ഇത് പൂർത്തിയായാൽ പിന്നെ മമ്മൂട്ടിയുടെയും ലാലേട്ടൻ്റെയും കോമ്പിനേഷൻ സീനുകളും മമ്മൂട്ടിയുടെ മാത്രം ചില പോർഷൻസും സിനിമയ്ക്കായി ചിത്രീകരിക്കേണ്ടതുണ്ട്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മമ്മൂട്ടി MMM എന്ന ചിത്രത്തിലേക്ക് ഈ ആഴ്ച ജോയിൻ ചെയ്യുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിലവിൽ ബാക്കിയുള്ള ഷൂട്ടിംഗ് വർക്കുകൾ പൂർത്തീകരിച്ച ശേഷം 2025 റിലീസിന് ഈ ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലാണ് മൂവി ടീം. അപ്പോൾ ഇത്തരം സിനിമാ വാർത്തകൾ ഏറ്റവും ആദ്യമായി അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.